ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 43. അവതരണം അപര. മെഹ്റു, മെഹ്റു, എഴുന്നേറ്റ വേഗം. പ്ലീസ് റിച്ചുക്ക, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടോ. പുതപ്പെടുത്ത് തലവഴി പൊതിച്ചിട്ട് മെഹ്റു വീണ്ടും ചുരുണ്ടുകൂടി. മെഹ്റൂസേ, നല്ല കുട്ടിയല്ലേ, എഴുന്നേറ്റേ, സമയം ഒരുപാടായി പെണ്ണേ. എവിടുന്ന്? പെണ്ണിന് ഒരനക്കവും ഇല്ല. നിന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പതിയെ മെഹറിൻ്റെ പുതപ്പെടുത്ത് മാറ്റിയിട്ട് റിച്ചു വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ, ഇപ്പം സമയം 4:30 ആയുള്ളൂ, ഇപ്പോഴെന്തിനു എഴുന്നേക്കണേ? നീ വേഗം ഫ്രഷായി, അപ്പോഴേക്കും ബാങ്ക് കൊടുക്കും, നമസ്കരിച്ചിട്ട് നമുക്ക് നടക്കാൻ പോകാം. ഞാനോ? ഞാനില്ല, ഇക്ക പോയിട്ട് വാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പെട്ടെന്ന് റെഡിയായി വന്നേ. നമസ്കാരം കഴിഞ്ഞ് റിച്ചുവും മെഹ്റുവും കൂടി നടക്കാനിറങ്ങി. മെഹ്റുവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉറങ്ങാൻ കിട്ടുന്ന സമയമാണ് പോകുന്നത്. ആ പരിഭവത്തിന് പുറത്ത് പതിയെ നടന്ന അവളെ റിച്ചുവാണ് തള്ളിക്കൊണ്ട് നടന്നത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതും മെഹ്റു ഓക്കെയായി. അവൾക്കൊരു പുതിയ അനുഭവമായിരുന്നു രാവിലെയുള്ള നടത്തം. പ്രകൃതി പതിയെ ഉണർന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നേർത്ത തണുപ്പും ചുറ്റും കിളികളുടെ ആരവവും ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിലൂടെ ഒഴുകി വരുന്ന സുപ്രഭാതവും അവൾക്ക് വല്ലാത്തൊരു ഉന്മേഷം നൽകി. റിച്ചുക്ക, നാളെ മുതൽ ഞാനും ഉണ്ടാവും കേട്ടോ നടക്കാൻ. അപ്പം നിനക്ക് ഉറങ്ങണ്ടേ? വേണ്ട, അതിലൊരു രസമുണ്ട് രാവിലെ ഇങ്ങനെ നടക്കാൻ. അത് കൂടെ ഞാനുള്ളത് കൊണ്ടാവും പെണ്ണേ. ആയിക്കടാ, അതൊന്നുമല്ല, പ്രകൃതിയുടെ ഭാവമാണ് നല്ലത്. കൊണ്ടുവന്ന് എനിക്കൊരു ക്രെഡിറ്റും ഇല്ലേ. അപ്പോൾ ഇനി ഞാനില്ലേലും നീ നടക്കാൻ പോകുമോ? പോകും. എന്തേ? അത്രയ്ക്കായോ? ഞാൻ നിന്നെ നാളെ വിളിക്കില്ലേ ഉറക്കക്കളി. ഞാൻ എഴുന്നേറ്റ് കൂടെ ഓടിക്കോളാം. എന്നാൽ പിന്നെ വൈകിക്കണ്ട, ഇപ്പം തന്നെ ഓടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചു മുന്നോട്ടോടി. നല്ല സ്പീഡിൽ കട്ടയ്ക്ക് കട്ട മെഹ്റു ഓടി. അവൻ്റെ അടുത്തെത്തി പിരികമുയർത്തി കാണിച്ചു എങ്ങനെയുണ്ടെന്ന്. നീ ആരാടി, ഉസൈൻ ബോൾട്ടിൻ്റെ അനിയത്തിയോ? മെഹ്റുവിനെ ഓടിത്തോൽപ്പിക്കാനാവില്ല മുനിയെ. അല്ലേലും ഇനി ഞാൻ ആ സാഹസത്തിനില്ല മോളെ. ഇണക്കവും പിണക്കവുമായി 1 മണിക്കൂർ നടന്നതിന് ശേഷമാണ് അവർ രണ്ടാളും വീട്ടിലേക്ക് പോയത്. രാവിലെ പത്രമെടുക്കാനായി മുറ്റത്തേക്കിറങ്ങിയ ഷബാന കണ്ടത് ചിരിച്ചു കളിച്ച് നടന്നു വരുന്ന റിച്ചുവിനെയും മെഹ്റുവിനെയാണ്. കാണുന്നത് സ്വപ്നമാണോ എന്നറിയാൻ അവൾ സ്വന്തം കൈത്തണ്ടയിലൊന്ന് പിച്ചി നോക്കി വേദനിക്കുന്നുണ്ട്. എന്നിട്ടും അവൾക്ക് മുന്നിലൂടെ നടന്നുപോയ അവരെ കണ്ടിട്ടും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഓഫീസിൽ പോലും സ്വന്തം കാറിൽ അവളെ കൊണ്ടുപോകാത്ത റിച്ചുക്കാക്ക് ഇതെന്തു പറ്റി? ഇനി അവർ സ്നേഹത്തിലാണോ എന്നോർത്ത് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. രാവിലെ ഓഫീസിലെത്തി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നന്നായി വിശപ്പ് തോന്നി. ഷെറീനയോട് അനുവാദം വാങ്ങി ഞാൻ പതിയെ ക്യാൻറ്റീനിലേക്ക് നടന്നു. അവിടെ പോയി ഒരു ചിക്കൻ ബർഗറും വാങ്ങി പുറത്തേക്കിറങ്ങി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൈ പുറകിലേക്ക് ആരോ പിടിച്ചതുപോലെ തോന്നിയത്. നോക്കിയപ്പോൾ റിച്ചുക്ക എൻ്റെ കൈ പിടിച്ച് ബർഗർ കടിച്ചിട്ട് ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അവൻ്റെ പ്രവൃത്തിയിൽ പെട്ടെന്ന് ഞെട്ടിപ്പോയെങ്കിലും ഉടനെ തന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ കിളി പോയതുപോലെ നിൽക്കുന്ന അഫ്നയെ ഞാൻ കാണുന്നത്. പെട്ടെന്ന് മുന്നിൽ പ്രതീക്ഷിക്കാതെ അവളെ കണ്ടതും ഞാനും ഞെട്ടിപ്പോയി. പടച്ചോനെ, ഇനി കുരുപ്പിനോട് ഞാനെന്ത് പറയും? ദി മെഹ്റു, ഇപ്പം ഇവിടെ എന്താ നടന്നത്? എന്ത്? പടച്ചോനെ, നീയേ തുണ, എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് തന്നെ രക്ഷിക്കണേ. എന്നാലും മെഹ്റു, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. അയ്യേ അഫ്ന, നീ ഉദ്ദേശിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. പ്ലീസ്, നീ ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? ഒന്നുമില്ലേലും അയാൾ നമ്മുടെ ബോസല്ലേടി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ തല കുനിച്ചു നിന്നു. അഫ്ന, നീ ഒന്നും പറയണ്ട. പാവ റോഷൻ സാറ് വിശന്നിട്ടാവും. എന്നാലും നിനക്കത് മുഴുവൻ അങ്ങ് കൊടുക്കാൻ പാടില്ലായിരുന്നു സാറിന്. അഫ്ന നല്ല വിഷമത്തിൽ പറഞ്ഞു. ഇത്തവണ കിളി പോയത് എൻ്റെ ആയിരുന്നു. ഞാൻ അന്തം വിട്ട് അവളെ തന്നെ നോക്കി. നീ എന്താടി പറയുന്നത്? പിന്നെ ഞാനെന്ത് പറയണം? ഞാനും ഇപ്പം ക്യാൻറ്റീനിൽ പോയിട്ട് വരുവാ. അവിടെ ബർഗർ തീർന്നു. അതിൻ്റെ വിഷമത്തിൽ വരുമ്പോഴാണ് നിന്നെ കാണുന്നത്. ചിലപ്പോൾ റോഷൻ സാറിനും ബർഗർ കിട്ടിക്കാണില്ല. വിശന്നിട്ടാവും പാവം നിന്നോട് തട്ടിപ്പറിച്ചത്. ആണല്ലേ, സോറിയടി, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്തു ചെയ്യും? ഇനി എന്ത് ചെയ്യാൻ? എല്ലാം നീ നശിപ്പിച്ചില്ലേ. ഇനി നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നാൽ മതിയായിരുന്നു. ബർഗർ കൊടുക്കാതിരുന്നതിനാ? നീ എക്സാം എല്ലാം എഴുതി തന്നെയാണല്ലോ പാസ്സായതല്ലേ? പിന്നെ എനിക്ക് 80% മുകളിൽ മാർക്കുണ്ടായിരുന്നു. ഏത് പൊട്ടക്കണ്ണനാണോ ഇവളുടെ ആൻസർ ഷീറ്റ് നോക്കിയതെന്ന് ദൈവത്തിനറിയാം. നീ എന്തേലും പറഞ്ഞോ മെഹ്റു? ഞാനോ? ഹേ, ഞാൻ എൻ്റെ ചങ്ക് മറിയാമയെ ഒന്ന് സ്മരിച്ചതാണ്. ഇപ്പം എന്തിനാ നീ അവളെ സ്മരിച്ചത്? നിന്നെ കണ്ടപ്പോൾ എനിക്ക് അവളെ ഓർമ്മ വന്നത്. രണ്ടും സെയിം പിച്ച്. അവൾക്കും MBAക്ക് നല്ല മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, നിന്നെപ്പോലെ തന്നെ. അപ്പോൾ എന്നെപ്പോലെ തന്നെ വേറൊരാളുണ്ടല്ലേ. ആ സന്തോഷിച്ച് ബാക്കി ബർഗർ എനിക്ക് തരുമോ? അയ്യേ, ഇത് സാറ് കടിച്ചതിൻ്റെ ബാക്കിയല്ലേ, നിനക്കത് വേണോ? ഞാൻ വേറെ വാങ്ങിത്തരാം. ഇനി ക്യാൻറ്റീനിൽ ബർഗറില്ല മെഹ്റു. അതല്ല,
അപ്പോൾ നീ തിന്നുന്നതോ? സാറ് കഴിച്ചതിൻ്റെ ബാക്കി അത് കുഴപ്പമില്ലേ? അത് ഞാനല്ലേ, അത് കുഴപ്പമില്ല, ഞാനാണല്ലോ ആദ്യം കടിച്ചത്, അതുകൊണ്ട് എനിക്ക് തിന്നാം. അത് ശരിയാന്നല്ലേ, ആദ്യം നീയല്ലേ കടിച്ചത്, അപ്പം നീ കഴിച്ചോ. പഠിച്ചോനെ, ഇങ്ങനെയൊരു പൊട്ടി. ക്യാൻറ്റീനിൽ നിന്നും അവൾക്കൊരു സാൻഡ്വിച്ച് വാങ്ങി കൊടുത്തിട്ടാണ് ഓഫീസിലേക്ക് പോയത്. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതും മേഫി വന്ന് പറഞ്ഞു നേരെ ട്രാവൻകൂർ മാളിലേക്ക് ചെല്ലാൻ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും റിച്ചുവും മേഫിയും എൻട്രൻസിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എത്തിയോ കുരുപ്പുകൾ, വാ നമുക്ക് അകത്തേക്ക് പോവാം. മേഫി വിളിച്ചതും ഞങ്ങൾ മൂന്നാളും അനുസരണയുള്ള കുഞ്ഞാടുകളെ പോലെ പിറകെ പോയി. സെക്കൻഡ് ഫ്ലോറിലുള്ള ട്രെൻസിലേക്ക് കയറാൻ നിന്നതും ഞങ്ങൾ മൂന്നും നേരെ എസ്കലേറ്ററിൻ്റെ അരികിലേക്ക് ഓടി. അവിടെ നിന്നേ, നീയൊക്കെ എങ്ങോട്ടാണ് ഓടുന്നത്? ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ വന്നത്. ഞങ്ങൾ നേരെ മുകളിലേക്ക് പോകുക. ഫുഡ് മുക്കി റിച്ചുക്കാ, ഇതിനെയൊക്കെ കൊണ്ട് തോറ്റു. വാടാ മേഫി, ഇനി നമ്മൾ മാത്രം ഇവിടെ നിന്നിട്ട് എന്തിനാ? അവർ രണ്ടാളും മുകളിലെത്തിയതും മെഹർ ഓടി വന്നു. റിച്ചുക്ക, അവളുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ടതും റിച്ചു ഞെട്ടിപ്പോയി. എന്താടി? അതെ, നീ നെഞ്ചിൽ നിന്ന് കൈയെടുത്തിട്ട് കാര്യം പറ പെണ്ണെ കൊഞ്ചാതെ. പിന്നെ അതുണ്ടല്ലോ. പെണ്ണ് നെഞ്ചിൽ വെറുതെ വിരലോടിച്ച് പോക്കറ്റിൽ കൈയിട്ട് പേഴ്സ് എടുത്തിട്ട് ഒറ്റയോട്ടം. അതെ, കാർഡ് ഞാൻ എടുക്കുവാണേ. പെണ്ണിൻ്റെ കുറുമ്പ് കണ്ടിട്ട് കവളിൽ പിടിച്ചൊരു കടി കൊടുക്കാനാണ് തോന്നിയത്. എന്ത് ചെയ്യാൻ, പബ്ലിക് പ്ലേസ് ആയി പോയില്ലേ. വിരലുകൊണ്ട് അവൾ കളം വരച്ചിട്ട് പോയ നെഞ്ചിൽ കൈ ചേർത്ത് അവൻ പറഞ്ഞു, ഇനി മരണം കൊണ്ടല്ലാതെ നിന്നിൽ നിന്ന് ഞാൻ പിരിയില്ല പെണ്ണെ. റിച്ചുക്കാൻ്റെ കാർഡ് കൊടുത്ത് 999 ബക്കറ്റ് പാക്ക് KFC വാങ്ങി ഞങ്ങൾ കഴിക്കാനിരുന്നു. റിച്ചുവും മേഫിയും കൂടെ വന്ന് കമ്പനി തന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞതും എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി. ആകെ മൊത്തം സെൽഫി മയം. റിച്ചുക്ക, ക്രെഡിറ്റ് കാർഡ് നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ മോളെ, പിന്നെ എന്താണ് വീണ്ടും ഒരു പതപ്പിക്കൽ? എനിക്ക് പാനിപൂരി വേണം. എന്താടി ഇത്? അതിനു മുന്നേ KFC ജയിച്ചോ? എനിക്ക് കൊതിയായിട്ടല്ലേ. വാ, എൻ്റെ കുതിച്ചിപ്പാറോ വാങ്ങിത്തരാം. പാനിപ്പൂരി ഷോപ്പിന് മുന്നിൽ പോയി ഓർഡർ കൊടുത്തു നിന്നതും 10 മിനിറ്റിനുള്ളിൽ പാനിപ്പൂരി മുന്നിലെത്തി. റിച്ചു ഒരു പാനിപ്പൂരി എടുത്ത് എൻ്റെ വായിലേക്ക് വെച്ചതും ഫ്ലാഷ് അടിച്ചതും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒരേ നിമിഷം തിരിഞ്ഞു നോക്കി. അവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഫോണും പിടിച്ചു നിൽക്കുന്ന അജുവിനെ കണ്ടതും ഞങ്ങൾക്ക് രണ്ടാൾക്കും ചിരി പൊട്ടി. മെഹ്റു, പാവ അജു, അൺഎക്സ്പെക്റ്റഡ് ക്ലിക്കിനാവും ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തായാലും നീ കൂടി സഹകരിച്ചാൽ നമുക്കവന് കുറേ കൂടി നല്ല റൊമാൻറ്റിക് ക്ലിക്ക് കൊടുത്താലോ? റിച്ചുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ ചോദിച്ച് കഴിയും മുന്നേ റിച്ചുവിൻ്റെ ചുണ്ടുകൾ എൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. അപ്പോഴേക്കും അത് ഒപ്പിയെടുക്കാൻ എന്ന പോലെ ഒരിക്കൽ കൂടി ഞങ്ങളെ തഴുകി ഫ്ലാഷ് വന്നുപോയി. ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നെ ഞാനും റിച്ചുവിൻ്റെ കുസൃതികൾക്കൊപ്പം നിന്നു. ഞങ്ങളുടെ കുസൃതികളെ പകർത്താൻ എന്ന പോലെ പലപ്പോഴായി ഫ്ലാഷ് മിന്നിമാഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ഓഫീസിലെത്തിയപ്പോൾ പതിവില്ലാത്ത പോലെ ഒരു വൃത്തികെട്ട ചിരിയുമായി സെക്യൂരിറ്റി നിൽക്കുന്നു. അയാളുടെ നോട്ടത്തിലും ഭാവത്തിലും സംശയം തോന്നിയെങ്കിലും ഞാനത് കാര്യമായി എടുത്തില്ല. ലിഫ്റ്റ് ഓപ്പണായി അതിലേക്ക് കയറാൻ തുടങ്ങിയതും ഒരു കാരണവുമില്ലാതെ ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് ശരീരത്തിൽ മുട്ടി. തനിക്കെന്താ കണ്ണ് കാണില്ലേ? അങ്ങോട്ട് മാറി നിൽക്കണോ? അതെന്താ, വലിയ മുതലാളിമാരെ മാത്രമേ കണ്ണ് പിടിക്കുള്ളൂ. എനിക്കും അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഉണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. താനിത് എന്തൊക്കെയാണോടോ പറയുന്നത്? പിന്നെ ഒന്നും അറിയാത്ത പോലെ കൂടുതൽ നല്ല പിള്ള ചമയണ്ട. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലായില്ല. എന്നാൽ എനിക്കുള്ള ഉത്തരം എന്ന പോലെ ലിഫ്റ്റ് ഓപ്പൺ ആയതും കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ചുവരിൽ മുഴുവൻ ഞാനും റിച്ചുവുമായുള്ള റൊമാൻറ്റിക് ചിത്രങ്ങൾ നിറയെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്നെ കണ്ടതും കൂക്കിവിളിയും കളിയാക്കലും തുടർന്നു. കൂടെ നടക്കുന്ന അഫ്നയുടെയും ആര്യയുടെയും മുഖത്ത് പോലും എന്തോ ഒരു നികൃഷ്ട ജീവിയെ കണ്ടതുപോലുള്ള ഭാവം. അജുവും റോഹുവും കൂടി എന്തോ പ്രൊജക്റ്റ് ആവശ്യത്തിന് റിച്ചുവിനൊപ്പം പോയതുകൊണ്ട് ആ ടൈമിൽ ഞാൻ അവിടെ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ കൂടി പരിഗണിക്കാമോ, അതോ MDക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ? ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചതും അവിടെ പൊട്ടിച്ചിരി ഉയർന്നു. പിന്നെയും മുനവച്ച കമൻറ്റുകൾ കേട്ടതും എനിക്ക് ശരീരം മുഴുവൻ ഒരു തളർച്ച പോലെ തോന്നി. വീണു പോകുമെന്ന് ഉറപ്പായപ്പോഴാണ് നടന്നു വരുന്ന മേഫിയെ കണ്ടത്. കിട്ടിയ ശക്തി കാലിന് നൽകി ഞാൻ ഓടിപ്പോയി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. പെട്ടെന്ന് ആരോ എന്നെ പുറകിലേക്ക് പിടിച്ചു വലിച്ചതും ശക്തിയിൽ കവിളിൽ അടി വീണതും ഒരുമിച്ചായിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുന്നതിൻ്റെയിലും ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഷെറീനയുടെ മുഖം ഞാൻ കണ്ടു.